1986 കൂടരഞ്ഞി കൊലപാതകത്തിൽ അവ്യക്തത. കൊല്ലപ്പെട്ടത് ആരെന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 39 വർഷത്തിന് ശേഷം കൂടരഞ്ഞി സ്വദേശി മുഹമ്മദ് അലി നടത്തിയ വെളിപ്പെടുത്തലിൽ കുഴങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം. അപകട മരണമെന്ന് കരുതി പോലീസ് അവസാനിപ്പിച്ച കേസ് അന്വേഷണമാണ് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലോടെ വീണ്ടും ആരംഭിച്ചത്. നിലവിൽ റിമാൻഡിലാണ് മുഹമ്മദ് അലി. ബന്ധുവിന്റെ പറമ്പിൽ കല്ല് പൊട്ടിക്കാൻ വന്ന ആളാണ് മരിച്ചതെന്ന് സ്ഥലമുടമ ജോസ് കുട്ടി വാതല്ലൂർ പറയുന്നു. കാണാതായി കഴിഞ്ഞപ്പോൾ അയാളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ വന്ന് അവരെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ വന്ന് ഇവിടെയെല്ലാം തിരഞ്ഞ് അന്വേഷിച്ചിട്ട് കാണാതെ അവർ തിരിച്ചു പോയി എന്നാണ് അന്ന് കേട്ടത്. പിന്നെ അവർ വന്നപ്പോൾ അവർ പറഞ്ഞു അവനിങ്ങനെ അവസ്മാരത്തിൻ്റെ അസുഖമുള്ള ആളായിരുന്നു എന്ന് അവരിങ്ങനെ പറഞ്ഞു എന്നും കേട്ടു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇവൻ അവസ്മാര രോഗം ഉള്ള ആളായിരുന്നു എന്നറിയുന്നത്. പിന്നെ അന്ന് മരിച്ചു കിടക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ കമന്ന് ഒരു രീതിയിലായിരുന്നു കടന്നിരുന്നത്. അപ്പോൾ അതിനകത്ത് കമന്ന് കിടക്കുന്ന നിലയിലായപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അവസ്മാരമുള്ള ആളും കൂടി ആയതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് അവസ്മാരം ഇളകി കമന്ന് കിടന്ന് ശ്വാസം മുട്ടി മരിച്ചതാകാം എന്നാണ് പൊതുവായിട്ടുള്ള ഒരു നിഗമനത്തിൽ അന്നെത്തിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബു ചേരുകയാണ്. ബെൻസൻ, ഈ പറഞ്ഞതുപോലെ അന്വേഷണ സംഘം ഈ ഒരു വെളിപ്പെടുത്തലിൽ കുഴങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. എന്താണ് അന്വേഷണ സംഘത്തിന് ഇപ്പോഴുള്ള നിഗമനം? ഏത് ഘട്ടത്തിലാണ് ഈ അന്വേഷണം ഉള്ളത്? ഇപ്പോൾ ഈ ഒടുവിലായി പറഞ്ഞു വെക്കുന്ന ആളുടെ അടക്കം മൊഴികളെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യമാണോ? എന്താണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? സംഗീത 2 മാസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം വേങ്ങര സ്വദേശിയായിട്ടുള്ള വേങ്ങരയിൽ താമസിക്കുന്ന മുഹമ്മദ് അലി എന്ന ആന്റണി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. അയാൾ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ എത്തുകയും താൻ 1986 നവംബറിൽ ഏകദേശം 39 വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊലപാതകം നടത്തിയിരുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം പോലീസിന് മുമ്പിൽ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വേങ്ങര പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ആ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇദ്ദേഹം ഈ പറഞ്ഞ അതേ സമയത്ത് കോഴിക്കോട് കൂടരഞ്ഞിയിൽ മിഷൻ ആശുപത്രിക്ക് പിൻവശത്തെ വയലിന് സമീപമുള്ള തോട്ടിൽ നിന്നും ഒരു മൃതദേഹം അന്ന് കണ്ടെത്തിയിരുന്നു. അന്നതൊരു അജ്ഞാത മൃതദേഹമായിരുന്നു. ആരാണ് എന്ന് കണ്ടെത്താൻ അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ അത് ഒരു അപകട മരണമാണ് എന്ന നിഗമനത്തിൽ അന്ന് ആ മൃതദേഹം ഏറെ ദിവസം ആരെങ്കിലും ബന്ധുക്കൾ വരുമോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ ആരെങ്കിലും വരുമോ എന്ന് കാത്തിരിക്കുകയും ആരും വരാത്തതിനെ തുടർന്ന് അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ ആ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ശരിയാണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പക്ഷേ അന്നും ഇന്നും ഈ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരിച്ചത് ആര് എന്ന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ ആരംഭിച്ചിട്ടുള്ളൂ. 39 വർഷം മുമ്പുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ അന്ന് അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. നിലവിൽ ഈ പ്രദേശവാസികളായിട്ടുണ്ടായിരുന്ന ആളുകൾ അന്ന് ഈ വിഷയങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് നിരവധി ആളുകളുടെ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം 2 മാസക്കാലമായി ഈ അന്വേഷണത്തിന് പിന്നാലെ തന്നെയാണ് പോലീസ് ഉള്ളത്. ഈ കൂടരഞ്ഞിയിലെത്തി നിരവധി ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഇത്തരത്തിൽ തന്നെയാണ്. ഈ മേഖലയിൽ ഏകദേശം 2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രം, അതായത് മരിക്കുന്നതിന്റെ 2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ മരിച്ചയാൾ ജോലി ആവശ്യത്തിനായി ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് ഈ തൊട്ടടുത്തുള്ള ഒരു വാതല്ലൂർ എന്ന ഒരു വീട്ടുകാരുടെ പറമ്പിൽ കല്ല് പൊട്ടിക്കാനായി എത്തുന്നു. അവിടെ ജോലിക്കിടയിൽ ഒരു ദിവസം രാവിലെയാണ് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നത്. ഏകദേശം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം കാണുന്നത്. മൃതദേഹം കാണുമ്പോൾ തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ജീർണിച്ച് തടിച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് മൃതദേഹം പുറത്തെത്തിക്കുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നു. അന്ന് ഇയാളെ അന്വേഷിച്ച് കുറച്ച് സുഹൃത്തുക്കൾ, അതായത് ഇയാളെ കാണാതായ 2-3 ദിവസത്തെ ഗ്യാപ്പിനിടയിൽ ഇദ്ദേഹത്തെ അന്വേഷിച്ച് സുഹൃത്തുക്കൾ എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ പറഞ്ഞിരുന്നു ഇയാൾക്ക് അപസ്മാര അസുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം ഒരു കൂട്ടി വായിച്ചപ്പോഴാണ് അന്ന് അതൊരു അപകട മരണമായിരിക്കാം, പുഴയിൽ വീണു അപസ്മാരം സംഭവിച്ചു, അല്ലെങ്കിൽ അപസ്മാരം ഉണ്ടായി പുഴയിൽ അല്ലെങ്കിൽ തോട്ടിൽ വീണു, അത് മരണത്തിലേക്ക് നയിച്ചു എന്ന ഒരു നിഗമനത്തിലേക്ക് അന്ന് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അന്നത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അന്ന് ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടുള്ളത് മുങ്ങി മരണം എന്ന നിലയിലാണ്. അതായത് ലങ്സിനുള്ളിൽ വെള്ളവും ഈ തോട്ടിൽ നിന്നും കണ്ടെത്തിയ മണ്ണും ചെളിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് മർദ്ദനത്തിന്റെ പാടുകളോ ആ നിലയിലുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അന്ന് ഈ കേസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന് ഈ മരണം സംഭവിച്ചതിന് ശേഷം മറ്റ് സംശയങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ 39 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് അലി നടത്തിയിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകളാണ് വീണ്ടും അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം എടുത്തു വരുന്നതേ ഉള്ളൂ. നിലവിൽ മുഹമ്മദ് അലി റിമാൻഡിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ മൊഴി ഇപ്രകാരമായിരുന്നു. 1986 നവംബറിൽ ഈ മേൽപ്പറഞ്ഞ കൂടരഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത്
ഒരാളെ തോട്ടിൽ ചവിട്ടി വീഴ്ത്തി തുടർന്ന് ഇയാൾ ഓടിപ്പോവുകയായിരുന്നു. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ മരിച്ചു എന്നറിഞ്ഞു എന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി. അതോടൊപ്പം തന്നെ അയാൾ എടുത്തു പറയാനുള്ള അതായത് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്താനുണ്ടായ കാരണം ഏറെക്കാലമായി ഇക്കാര്യങ്ങളെല്ലാം ഇയാളുടെ മനസ്സിൽ കിടന്നൊരു വേദനയുണ്ട്. അതോടൊപ്പം തന്നെ അയാൾക്ക് 2 മക്കളാണ്, മുഹമ്മദ് അലിക്ക് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിലൊരാൾ ഏറെക്കാലം മുൻപ് വാഹനാപകടത്തിൽ മരിച്ചു, മറ്റൊരാൾ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെ ഈ ഉണ്ടായ അപകടങ്ങളെല്ലാം തന്നെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്ന നിലയിലാണ് അദ്ദേഹത്തിന് അതൊരു മാനസിക വിഷമമായി. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി ഇപ്പോൾ വന്നത് എന്ന ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം പോലീസിന് നൽകിയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരിച്ചത് ആര് എന്ന് കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. 1986 കാലഘട്ടത്തിൽ ഈ മേഖലയിലേക്ക് കുടിയേറി വന്ന അല്ലെങ്കിൽ തൊഴിൽ തേടി എത്തിയ ആളുകൾ കൂടുതലും പാലക്കാട് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കണ്ണൂർ ഇരിട്ടി ഭാഗത്തു നിന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്നും എത്തിയ ആളായിരിക്കും എന്ന ഒരു പ്രാഥമിക നിഗമനം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ആ സമയത്ത് രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസുകളെല്ലാം തന്നെ നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ ഇക്കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ അന്നത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളെല്ലാം തന്നെ വീണ്ടും എടുത്ത് പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആളെ കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. തിരുവമ്പാടി പോലീസ് വേങ്ങരയിൽ നിന്നും തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരുവമ്പാടി പോലീസാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതാരാണ് ഈ മരിച്ചത് എന്നതിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. അതിലുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശരി ബെൻസൺ.